നല്ല പൊടിമീൻ, നല്ല പച്ച പൊടിമീൻ കിട്ടിയിട്ടുണ്ട്. കടലിലെയാണ്. നമുക്കത് കാന്താരി മുളക് ഇട്ട് പറ്റിച്ചെടുക്കാം. ഞാൻ വെട്ടി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൊടിമീൻ പറ്റിക്കാനായിട്ട് എടുത്തതാണ്. ഇതാ ഞാൻ കാന്താരി മുളക് എടുത്തിട്ടാണ് പറ്റിക്കുന്നത്. കാന്താരി മുളക് ഉണ്ടോ? കാന്താരി മുളക്, ഇഞ്ചി, ചുമന്നുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി. ഇപ്പം കാന്താരി മുളകും ഈ ചുമന്നുള്ളി തേങ്ങയും കൂടെ നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കും. പിന്നെ ഈ ഇഞ്ചി ചതക്കത്തില്ല കേട്ടോ. ഇഞ്ചി ഞാൻ അല്ലാതെ ഇടുക. കാരണം ഇഞ്ചി ചതയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അത് പറ്റീരിന് നമുക്ക് ആ ടേസ്റ്റ് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ശൈലിയിൽ പറ്റിക്കുകയാണ്. ഇതാകണ്ടോ, ഇഞ്ചി ചതച്ച് ചേർക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് പറഞ്ഞത് പ്രത്യേകം. ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ച് എടുത്തു വരാം. പിന്നെ ഇതിനകത്ത് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർക്കണം. അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഇതിനകത്ത് മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ അതെല്ലാം കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ചുമന്നുള്ളി കാന്താരി മുളക് കൂടെ ചതച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എക്സ്ട്രാ 2-3 പച്ചമുളക് ഇടും. ഇത് നമ്മുടെ വീട്ടിലെ പച്ചമുളക്, അതാണ് അതിന് വലിയ ഭംഗിയൊന്നും ഇല്ലാത്തത്. വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയതാണ്. ഇതാ ഇഞ്ചി ഞാൻ ചതച്ചിട്ടില്ല, കണ്ടല്ലോ. ഇത് എല്ലാം കൂടെ നമുക്ക് പിന്നെ അതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പില. നല്ലൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് വയ്ക്കാം. അപ്പം നമുക്കിത് ചേർത്ത് വയ്ക്കാം. ഇനി ഞാൻ മാങ്ങയാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല പുള്ളിയുള്ള, അത് കണ്ടാൽ വിളഞ്ഞ മാങ്ങ എന്നൊക്കെ പറയും, പക്ഷെ അല്ല, നല്ല പുള്ളിയുള്ള മാങ്ങയാണ്. മാങ്ങയിട്ട് പറ്റിച്ചാൽ സൂപ്പറായിരിക്കും. മാങ്ങയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ വിളഞ്ഞ മാങ്ങയാണോന്ന്, പക്ഷെ അല്ല. ദൈവമേ, നമുക്കത് വായിലോട്ട് കൊണ്ടുവരാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് പുളിയാണേ. കണ്ടോ? അപ്പോൾ എല്ലാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചട്ടിയിലാക്കി പുരട്ടിയെടുക്കാം. ഞാൻ ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് മീനിട്ടതിന് ശേഷം ആ അരപ്പിട്ടതിന് ശേഷമാണ് ഞാൻ മീനിട്ടത്. കണ്ടോ? ഇത് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ഇത് കാന്താരി ഒക്കെ ഒരുപാട് ഇട്ടതാണ്. ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര. പിന്നെ ഞാൻ നിങ്ങൾ കണ്ടില്ലായിരുന്നു, ഞാൻ എക്സ്ട്രാ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇളക്കി എടുക്കാം. കറിവേപ്പിലിൻ്റെ തണ്ടാണ് ഈ കിടക്കുന്നത്. ഞാൻ തണ്ടൊന്നും കളയാറില്ല. കുറച്ച് മീനേ ഉള്ളതിലും അരപ്പ് ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. കാരണം മീന് അരപ്പാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതേ കണ്ടോ? ഇത് ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പയിൽ ഒഴിക്കാം. വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വേറെ വെള്ളമല്ല, അരപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടിട്ട് കലക്കാം. അപ്പോൾ ആ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ഉപ്പും പിടിക്കും. മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം. ഉപ്പൊക്കെ എല്ലാവരും നോക്കുമല്ലോ അല്ലേ? നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. വെന്തിറങ്ങുമ്പോൾ ഉപ്പ് നോക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ജാറിൽ ഉപ്പധികം വാരി ഇടരുത്, ഇട്ടാൽ നല്ലതാണ്. പിന്നെ പുളി, മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പ് പ്രശ്നമേ അല്ല. അപ്പം നമുക്കിത് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. അതെല്ലാം ഒന്ന് ഒതുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആവി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒതുക്കി കൂട്ടി വെച്ചേക്കുന്നതിനകത്ത് ഒതുങ്ങി ആവി നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഈ മീനൊന്ന് പറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് വെന്ത് കഴിയുമ്പോൾ വീണ്ടും നോക്കാം. നമുക്ക് ഇത് പറ്റി വരട്ടെ കേട്ടോ. നമുക്ക് ആ മീൻ പറ്റിക്കാൻ വെച്ചിരിക്കുന്ന ഒന്ന് തുറന്ന് നോക്കാം. അടപ്പ് പൊളിയായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ടേ. നമുക്ക് അത് ഒന്ന് നോക്കാം. ഇതായി ചെറിയൊരു തവി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം. ചുറ്റിച്ചിട്ട് നടുവൊന്ന് ഇളക്കി കൊടുക്കാം. വേണ്ട, നോക്ക്, വെള്ളമെല്ലാം പറ്റി നടുവുണ്ട്. അപ്പോൾ നമുക്കത് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ആയി കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ മീന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ആവി കയറട്ടെ. മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നമുക്കിത് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ മീന് ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ചെക്കി തുറക്കാം. നല്ല എരിവുണ്ട്. നല്ല എരിവെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എരിവുണ്ട്. അടിപൊളി. വേണ്ട, സൂപ്പറായിട്ട് മീൻ
വറ്റിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി മീൻ കിട്ടിയതാണ്. എന്താ വറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കേട്ടോ, സൂപ്പർ, നല്ല ടേസ്റ്റുണ്ട്. കഴിച്ച് നോക്കിയിട്ട് അടിപൊളി. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.